എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ NIOS 2026 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. +2 വിദ്യാർത്ഥികളുടെ സോഷ്യോളജി പരീക്ഷയാണ് ഇനി നടക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെയാണ് കേട്ടോ. അപ്പോൾ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LBയിലൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സെക്ഷൻ എ നമുക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ മോഡൽ ഓഫ് കാസ്റ്റ് വിത്ത് 4 വർണ്ണ ഈസ് നോൺ ആസ് ദ ഡാഷ് സിസ്റ്റം. എന്താ പറഞ്ഞിട്ടുള്ളത്? 4 വർണ്ണങ്ങളുള്ള കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി സമ്പ്രദായം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ സി ചതുർവർണ്ണ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫാമിലി ഈസ് ബേസിക്കലി എ ഡാഷ് ഗ്രൂപ്പിംഗ്. ഫാമിലി എന്ന് പറയുന്നത് ഇന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിങ്ങിലാണ് ഉൾപ്പെടുന്നത്. ഏതിലാണ്? ബൈലാറ്ററൽ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ് ഹാവ് ബീൻ ലിങ്ക്ഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹ്യൂമൻ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വികസനവും മാറ്റവും ഒക്കെ ഡാഷിലെ വികസനവും മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതിലാണ്? റിലീജിയനിൽ വരുന്നതാണോ, ലാംഗ്വേജസിനകത്ത് വരുന്നതാണോ, അത് പൊളിറ്റിക്കൽ സിസ്റ്റംസിൽ വരുന്ന മാറ്റങ്ങളാണോ, ദെൻ ടെക്നോളജിയിൽ വരുന്ന മാറ്റമാണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം ഓപ്ഷൻ സി ഇല്ല, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനും ചേഞ്ചസിനൊക്കെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് പർപ്പസ് ഓഫ് ദ സർവേ ഈസ് ടു പ്രൊവൈഡ് ഡാഷ്. അതായത് ഒരു സർവേയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ആണല്ലേ. അത് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു സർവേ കൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കുറേ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സോ സർവേയുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ബുക്ക് സോഷ്യൽ സ്ട്രക്ചർ വാസ് റിട്ടൺ ബൈ ഡാഷ്. അതായത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ്? ഓപ്ഷൻ എ ജോർജ് പീറ്റർ മർഡോക്ക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ ഡാഷ്. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ബി അല്ലേ, ലൈഫ് ലോങ് പ്രോസസ്സ് ആണ് അല്ലേ. അപ്പോൾ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ മണ്ഡൽ കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ. അതായത് മണ്ഡൽ കമ്മീഷൻസ് റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതിനകത്ത് 1990 എന്ന് പറയുന്ന വർഷമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1990-ലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പക്ഷേ അത് ഓപ്ഷനിൽ തന്നിട്ടില്ല. സോ ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ചൈൽഡ് ലേബർ ഇൻക്ലൂഡ്സ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ഏജ് ഗ്രൂപ്പ് ഓഫ് ഡാഷ്. അതായത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ബാലവേല അല്ലേ. ഏത് പ്രായപരിധിയിലുള്ള കുട്ടികളിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ. 5 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ചൈൽഡ് ലേബർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇൻ താൻലൈൻ മെയ്സ് മിലെ മൗവ ടിസി മസ്റ്റാർഡ് എറ്റ്സെട്ര ആർ സോൺ ബൈ ഡാഷ് മെത്തേഡ്. ഇതൊക്കെ ഏത് രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? ഡ്രൈ കൾട്ടിവേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ഒരു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് വന്നിരിക്കുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബ്ലൂ പ്രിൻറ്റ്സ് ഓഫ് ഡാഷ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇന്നതിൻ്റെ രൂപരേഖയാണ്. എന്തിൻ്റെ? ഓപ്ഷൻ എ ഹ്യൂമൻ ആക്ഷൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബ്ലൂ പ്രിൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഇരുള, തോട, ബഡഗ, പാലയൻ ആർ ഫൗണ്ട് ഇൻ ദ ഡാഷ് റീജിയൻ ഓഫ് ഇന്ത്യ. അതായത് ഇത് ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ ഇന്ത്യയിലെ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എവിടെയാണ്? ഓപ്ഷൻ സി സൗത്ത് ആണ് കേട്ടോ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എ റിച്വൽ ക്രൈറ്റീരിയൻ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. അതായത് നമുക്കറിയാം ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിച്വൽ ക്രൈറ്റീരിയൻ ആണ് അല്ലേ. ഒരു അനുഷ്ഠാന മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ഡാഷ് അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന്. എന്താണ് നമുക്കറിയാം, റിലീജിയസ് മിത്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. എ സിറ്റുവേഷൻ ഓഫ് നോട്ട് മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ ബോത്ത് മീൽസ് ഡ്യൂ ടു വെരി ലോ ഇൻകം ഡാഷ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, വളരെ കുറഞ്ഞ വരുമാനം കാരണം 2 നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത ആ ഒരു അവസ്ഥയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഓപ്ഷൻ ബി പോവേർട്ടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 14ാമത്തെ ക്വസ്റ്റ്യന് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് എ ഡാഷ് ഫിനോമിനൻ. ഏതാ വരുന്നത്, നമുക്കറിയാം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ വർധനവ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആണ് അല്ലേ, ഒരു കണ്ടിന്യൂസ് ഫിനോമിനൻ ആണ് നമുക്ക് പറയാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് കൊച്ചിൻ ഹാവ് ഫേംലി മെയിൻറ്റെയിൻ ദ റിലീജിയസ് ഐഡൻറ്റിഫൈ ഫോർ അറ്റ്ലീസ്റ്റ് എ മിലേനിയം. അത് നമുക്കറിയാവുന്നതാണ്. ഏതാണ്, ജ്യൂസ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനെയേഴ്സ്, പ്രസ് റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ് ആർ ഓൾ ടെക്നിക്സ് ഓഫ് ഡാഷ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് ടെക്നിക്സിന് വരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്, ഓപ്ഷൻ എ ആണ് അല്ലേ, ഡേറ്റ കളക്ഷനകത്ത് വരുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോഷ്യോളജി ഈസ് പ്രിൻസിപ്പലി കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് ഡാഷ് സൊസൈറ്റി. അതായത് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡാഷ് സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്, നമുക്കറിയാം കണ്ടംപററി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കണ്ടംപററി സൊസൈറ്റീസിനെ കുറിച്ചുള്ള ആ ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ, ദ മോഡേൺ ഫാമിലി ഹാസ് ബിക്കം ഡാഷ് സെൻട്രിക്. ഏതവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, മദർ, ചൈൽഡ്, ഫാദർ, ഗ്രാൻഡ് ഫാദർ. എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു മോഡേൺ ഫാമിലി എന്ന് പറയുമ്പോൾ ഡാഷിൻ്റെ കേന്ദ്രീകൃതമായിട്ട് മാറിയിരിക്കുന്നു. എന്തിൻ്റെ ആയിട്ടാണ് മാറിയിരിക്കുന്നത്, നമുക്ക് അറിയാം ചൈൽഡ് ആണ് അല്ലേ. ചൈൽഡ് സെൻട്രിക് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ദ ജോൺ ഫാമിലി, ജോൺ കൂട്ടുകുടുംബം, ജോൺ ഫാമിലി ഡാഷ് റിലേഷൻഷിപ്പ് ഗെറ്റ്സ് പ്രിഫറൻസ് ഓവർ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അതായത് കൂട്ടുകുടുംബത്തിൽ ഈ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ മുൻഗണന ലഭിക്കുന്നത് ഡാഷ് ബന്ധത്തിനാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ് കൂടുതൽ മുൻതൂക്കം നമ്മൾ കൊടുക്കുന്നത്, ബ്ലഡ് റിലേഷൻഷിപ്പിനാണല്ലേ. അപ്പോൾ ബ്ലഡ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സഹേറിയ, ഭിൽ, ഗിറസിയ ആർ ട്രൈബ്സ് ഫൗണ്ട് ഇൻ ദ ഡാഷ് റീജിയൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഏത് റീജിയനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ കാണുന്നതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, സെൻട്രലാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. സെൻട്രൽ റീജിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൂറൽ സൊസൈറ്റീസ് ആർ മോർ ഡാഷ് ആൻഡ് ട്രഡീഷൻ ഓറിയൻറ്റഡ് ടുവേഴ്സ് ദ പെർഫോമൻസ് ഓഫ് റിച്വൽസ് ആസ് വെൽ ആസ് ബിലീവ്സ് ഇൻ ഡേറ്റേഴ്സ്. അതെന്താ വരേണ്ടത്, നമുക്കറിയാം ഈ ഒരു ഗ്രാമീണ സമൂഹങ്ങളിലുള്ള ആളുകൾ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലും അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളിലുള്ള ആ ഒരു വിശ്വാസത്തിലൊക്കെ കൂടുതൽ ഡാഷ് സ്വഭാവം അവർ കാണിക്കുന്നുവെന്ന്. ഏത് രീതിയിലുള്ള സ്വഭാവമാണ്, കൺസർവേറ്റീവ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. കൺസർവേറ്റീവായിട്ടുള്ള ആ ഒരു സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ അതാണ് അവിടെ വരേണ്ടത്. റൂറൽ സൊസൈറ്റീസ് ആർ മോർ കൺസർവേറ്റീവ് ആൻഡ് ട്രഡീഷൻ ഓറിയൻറ്റഡ് ടുവേഴ്സ് ദ പെർഫോമൻസ് ഓഫ് റിച്വൽസ് ആസ് വെൽ ആസ് ബിലീവ്സ് ഇൻ ഡയറ്റീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഓർ ഫോൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനുള്ളതാണ്. ഗ്രൂപ്പ്സ് ആർ കോൾഡ് സോഷ്യൽ ബ്രിക്സ് ബൈ സം സോഷ്യോളജിസ്റ്റ്. അതായത് ചില സോഷ്യോളജിസ്റ്റുകൾ ഗ്രൂപ്പ്സിനെ നമ്മൾ എന്താ സോഷ്യൽ ബ്രിക്സ് എന്ന് വിളിക്കുന്നതെന്ന്. ശരിയാണോ, ശരിയാണ് അല്ലേ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് ടു ഫുൾഫിൽ എ സ്പെസിഫിക് നീഡ്. ശരിയാണോ, അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ടു ഫുൾഫിൽ എ സ്പെസിഫിക് നീഡാണ്. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്ലാസ്, കാസ്റ്റ് ആൻഡ് ബ്യൂറോക്രസി ആർ എക്സാമ്പിൾസ് ഓഫ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സും വെർട്ടിക്കൽ ഗ്രൂപ്പ്സും പഠിച്ചു വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ക്ലാസ്, കാസ്റ്റ്, ബ്യൂറോക്രസി ഇതൊക്കെ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ, അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സും വെർട്ടിക്കൽ ഗ്രൂപ്പ്സും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ബ്യൂറോക്രസി, ക്ലാസ്, കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താ, എക്സാമ്പിൾസ് ഓഫ് വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പം ഇത് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സ് അല്ലെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി അവിടെ മനസ്സിലാക്കുക.
ഇനി അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എവറി ഇൻഡിവിജ്വൽ ഒക്യുപ്പൈസ് എ സോഷ്യൽ പൊസിഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഏതാ വരണ്ടേ? സോഷ്യൽ പൊസിഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അതുപോലെ തന്നെ എ സ്റ്റാറ്റസ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഓഫ് ദി ഫാക്ട്സ് റിലേറ്റഡ് ടു ഹിസ് ഓർ ഹെർ ബർത്ത് ഈസ് ഡാഷ് സ്റ്റാറ്റസ്. ഏതിനകത്ത് വരുന്നത്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണല്ലേ. അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അസേർഷനും റീസണും ആണ്. അതായത് നമുക്കൊരു അസേർഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ തന്നെ റീസൺ, അതായത് തന്നിരിക്കുന്ന അസേർഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കുക. ഇവിടെ ഓപ്ഷൻ കണ്ടോ? എ ഈസ് ട്രൂ, അതായത് അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്, ബട്ട് ആർ ഈസ് ഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ, അതിൻ്റെ റീസൺ അല്ല കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷന്. രണ്ടാമത്തെ ഓപ്ഷനകത്ത് തന്നിട്ടുണ്ട് അസേർഷൻ തെറ്റാണ് പക്ഷേ റീസൺ ട്രൂ ആണ് അല്ലേ. മൂന്നാമത്തെ ഓപ്ഷനിനകത്ത് കൊടുത്തിരിക്കുന്നത് അസേർഷനും നമ്മുടെ റീസണും ട്രൂ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷനിൽ അസേർഷനും റീസണും ഫോൾസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, അതിനോട് അടിസ്ഥാനമാക്കിയുള്ള റീസൺ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി വേണം അതിന് ആൻസർ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ വരുന്നതെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ചേരുംപടി ചേർക്കുക, മാച്ച് ദി കോളം ഉണ്ടാവും കേട്ടോ, അത് നോക്കി വെക്കണം. പിന്നെ ഇനി ഇവിടെ തന്നിരിക്കുന്നത് വൺ വേർഡിൽ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ഓക്കെ. റൂൾസ് ദാറ്റ് കണക്ട് ഇൻഡിവിജ്വൽസ് വിത്ത് പെർട്ടിക്കുലർ സെറ്റ്സ് ഓഫ് കെയിൻസ് നോൺ ഓർ പെർസ്യൂം കോമൺ ആൻസസ്ട്രി ആർ കോൾഡ് റൂൾസ് ഓഫ് ഡാഷ്. അതായത് നമ്മൾ ഒരു പൊതുവായിട്ടുള്ള പൂർവികരെയൊക്കെ അടിസ്ഥാനമാക്കി വ്യക്തികളെ ബന്ധുക്കളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു നിയമങ്ങളെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് ആ നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് ഡിസെൻറ്റ് അല്ലേ. ഡിസെൻറ്റ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരേണ്ടതെങ്കിൽ വംശാവലി എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ സ്മോളസ്റ്റ് കിൻഷിപ്പ് ഗ്രൂപ്പ് ഈസ് അവിടെ എന്താ വരേണ്ടത്? സ്മോളസ്റ്റ് കിൻഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയർ ഫാമിലി ആണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി ഇൻ അവാൻകുലേറ്റ് ദ ഫാദർ ഈസ് നോട്ട് കൺസിഡേർഡ് സോ ഇമ്പോർട്ടൻറ്റ് ആസ് ദ അവിടെ എന്താ വരേണ്ടത്? നമുക്കറിയാം അവാൻകുലേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിൽ പിതാവിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ആർക്കാണ്? അമ്മാവനാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ ആൻസർ വരേണ്ടത്? മെറ്റേണൽ അങ്കിൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അതേപോലെ തന്നെ അടുത്തത് സൊസൈറ്റീസ് വിത്തൗട്ട് യൂണിലാറ്ററൽ ഡിസെൻറ്റ് റൂൾസ് ആർ ഡാഷ്. അതായത് യൂണിലാറ്ററൽ ഡിസെൻറ്റ് റൂൾസ് ഏകപക്ഷീയമായിട്ടുള്ള വംശാവലി നിയമങ്ങൾ ഇല്ലാത്ത സമൂഹങ്ങൾ എന്ന് പറയുന്ന ഏതാണ്? ബൈലാറ്ററൽ സൊസൈറ്റീസ് ആണ് അല്ലേ. സോ അവിടെ ആൻസർ എന്താ വരേണ്ടത്? ബൈലാറ്ററൽ സൊസൈറ്റീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്ത് വയ്ക്കണേ. സൊസൈറ്റീസ് വിത്തൗട്ട് യൂണിലാറ്ററൽ ഡിസെൻറ്റ് റൂൾസ്, ബൈലാറ്ററൽ സൊസൈറ്റീസ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ ജോയിൻറ്റ് ഫാമിലി വർ ദ ഫാമിലീസ് ഇൻട്രസ്റ്റ് ഈസ് പ്രയോറിറ്റൈസ്ഡ് ഓവർ ദ ഇൻഡിവിജ്വൽസ് എക്സിബിറ്റ്സ് ഡാഷ്. അവിടെ എന്താ വരേണ്ടത്? കളക്റ്റീവിസം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. കളക്റ്റീവിസം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പാസേജ് നമുക്ക് തരും കേട്ടോ. പാസേജ് തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് സിമ്പിളാണ്, കാരണം പാസേജ് തന്നു കഴിയുമ്പോഴത്തേനും അത് വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനായിട്ട് എളുപ്പമാണല്ലോ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ എക്സാം എഴുതുന്ന പോലെ കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി അടുത്ത സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോർട്ട്, വെരി ഷോർട്ട്, എസ്സേ ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ നോംസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സോഷ്യൽ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദു മാരേജ്, മുസ്ലിം മാരേജ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ കേട്ടോ. സാൻസ്ക്രിറ്റൈസേഷൻ എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. സോ നോക്കി വെക്കണം. അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹൗ ഡസ് ദ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ച്. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് സൊറോആസ്ട്രിയനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഓഫ് ബർത്ത് ഇൻ സൊറോആസ്ട്രിയനിസം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് തന്നെ ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തവിടെ ചോദിച്ചിരിക്കുന്നത് സോഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതല്ലെങ്കിൽ ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, നോക്കി വയ്ക്കണേ. പിന്നെ സോഷ്യൽ കൺട്രോള്, പിന്നെ സോഷ്യൽ കൺട്രോളിൽ തന്നെ വന്നിരിക്കുന്നതാണ് അടുത്ത ഓർ ക്വസ്റ്റ്യനും. ഓക്കെ. പിന്നെ കാസ്റ്റ് സിസ്റ്റം എഴുതാൻ പറഞ്ഞിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് യൂണിവേഴ്സൽ. സോ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്ലൈഡ് സോഷ്യോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണയും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ സോഷ്യൽ സൈക്കോളജി, അതല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് എഴുതി കൊടുക്കാം. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കറപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ കറപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം. സോ അത് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ചോദിച്ചിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കോസസ് ഓഫ് ദ ചേഞ്ച് ഇൻ ട്രൈബൽ അത് ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ആൻഡ് ലൈഫ്. ഇനി ഓപ്ഷൻ മൊഡ്യൂൾ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ പഠിച്ചിട്ടുള്ളവർ അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക. മറ്റ് സെക്കൻഡ് മൊഡ്യൂളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക. സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ അതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള ചാപ്റ്റർ. സോ അതാണ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന, കുറച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഒന്നും കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ നോക്കണം, ഫെമിനിസം നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെക്സ് ആൻഡ് ജെൻഡർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നോക്കി വെച്ചേക്കാം. സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയിട്ടുള്ളവർ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളാണ് കുറച്ചുകൂടി എളുപ്പമുള്ളത്, അതിനകത്തുനിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം, നല്ലൊരു മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.